ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോറിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് എന്തൊക്കെ പെറ്റ്സ് സെയിലിനായിട്ട് വന്നിട്ട് ജസ്റ്റ് നോക്കിയാലോ. ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പെറ്റ്സ് സെയിലിനാണ് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. പിന്നെ വീഡിയോസ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വീതിയിൽ അയക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അയച്ചു ഞാൻ നിങ്ങളുടെ വീഡിയോസിൽ ഉള്ള പെറ്റ്സിനെ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും വ്യൂവേഴ്സിന്. അതുകൊണ്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ അനുസരിച്ചാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓണേഴ്സിന്റെ, അതായത് പെറ്റ്സിന്റെ ഓണേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടോ. അതനുസരിച്ച് വേണം നിങ്ങൾ വിളിച്ചു ചോദിക്കാനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യം തന്നെ നമുക്ക് സെയിലായിട്ട് വന്നുള്ള അരാപ്പൻ വരെ 5 ഇഞ്ച് സൈസുള്ള കുറച്ച് കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അധികം പീസോളൊന്നുമില്ല. അപ്പോൾ വേഗം പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് 7600 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ പെട്ടെന്ന് ശ്രമിക്കുക. കാരണം ഓഫ് സീസൺ ഒക്കെയാണ്, അരാപ്പന്മാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത വീഡിയോട്ട് പോകാം. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് നമ്മുടെ സ്പോട്ടഡും ആൽബിനും കാറ്റ് ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് പേരിന് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നത് ഷാർക്ക് ഫിഷ് ആണ് കേട്ടോ. അപ്പം നല്ല സൈസുള്ള ഷാർക്ക് ഫിഷുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാർക്ക് ഫിഷിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. സ്ഥലം വരുന്നത് കൊല്ലാണ്. അതുപോലെ കൊറിയർ പോസിബിൾ അല്ല. ഓണർ പേര് സയ്യിദ് അലി എന്നാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി ഉറപ്പ് വരുത്താവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് ഡെവിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ട ഒരു ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ 7 ഇഞ്ച് സൈസുള്ള ഈ ഒരു ഫിഷിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലത്ത് തന്നെയാണ്. കൊറിയർ ഒന്നും പോസിബിൾ അല്ല. നേരത്തെ കാണിച്ച അതേ ഓണറുടെ കീഴിലുള്ള കുറച്ച് ഫിഷുകളാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്താവുന്നതാണ് കേട്ടോ. ഇനി അദ്ദേഹത്തിൽ കൊടുക്കാനുള്ള ഫിഷുകൾ ഏതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വിഡോ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ നല്ല പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റിയ വെറൈറ്റീസ് ആണ് നമ്മുടെ വിഡോ ഫിഷ്. അപ്പോൾ ഇത് ഈ ഒരു പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ. കൊറിയർ പോസിബിൾ അല്ല. അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലം തന്നെയാണ്. കൂടാതെ അദ്ദേഹത്തിനുള്ള ഗൗരാമീൻ, ഓസ്കാർ അങ്ങനെ 2-3 വെറൈറ്റീസൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള വെറൈറ്റി ഫിഷ് ചെയ്താൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ റാമാണ്. അപ്പോൾ എഗ്ഗൊക്കെ ചെയ്ത് കുട്ടികളെ വിരിച്ചിറക്കുന്ന വെറൈറ്റീസ് ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. മെയിനായിട്ട് ആൾ ഫോക്കസ് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ റീറ്റെയിലും അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ്. 10 പീസ് എടുക്കുകയാണെങ്കിൽ പെർ പീസ് 50 രൂപയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജൂനിയർ സൈസ് ആണ്. അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഉറപ്പെടുത്തുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള കോഴിയാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ഏതാ ബ്രീഡ് നോക്കി നമ്മുടെ ബ്രഹ്മ കോഴിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് അദ്ദേഹം കൊടുക്കാള് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഓണർ പേര് അനൂപ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ കൊറിയറും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി ഇഷ്ടപ്പെട്ട് കണ്ടെടുക്കാൻ നോക്കുക. നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത വീഡിയോ ആയിട്ട് പോകാം. അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഗപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഏതാ വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റിനം ഡെംബോയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ബോഡിയിലൊക്കെ നല്ല രീതിക്ക് പ്ലാറ്റിനം ഫില്ലായി വന്ന ഗപ്പീസ് ആണ്. അപ്പോൾ സെമി അഡൽട്ട് ആണ് കേട്ടോ. അപ്പോൾ പെയറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹോൾസെയിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഉറപ്പെടുത്തുക. നമ്പർ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് സക്കർ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ ഈ 3 പീസാണ് ഇതിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു പീസിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ്. കൊറിയർ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഓണറുടെ പേര് ശ്രീശാന്ത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് സെയിലായിട്ട് വന്ന പെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.